വയനാട് കണിയാമ്പറ്റയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ തുരത്താൻ ശ്രമം തുടരുകയാണ്. കൂട് സ്ഥാപിക്കാനും മയക്കുവെടി വെക്കാനുമുള്ള ഉത്തരവ് ലഭിച്ചതിനാൽ ആവശ്യമെങ്കിൽ ആ മാർഗവും തേടാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. പനമരത്തും കണിയാമ്പറ്റയിലും സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജയരാജ് വിവരങ്ങളുമായി ചേരുകയാണ്. ജയരാജ്, ഒരു വലിയ സംഘം വനവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കുങ്കിയാനകളുടെ സാന്നിധ്യമുണ്ട്. 80ഓളം ഉദ്യോഗസ്ഥർ ആ പ്രദേശത്തിന് സുരക്ഷ ഒരുക്കുന്നുണ്ട്. എന്തെങ്കിലും പുതിയ വിവരങ്ങളുണ്ടോ? പുലിയെ എവിടെയെങ്കിലും ഈ കടുവയെ കണ്ടെത്താനായിട്ടുണ്ടോ? രഞ്ജിത്ത്, ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇന്നലെ രാത്രി മേച്ചേരി കുന്ന് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറിയെന്ന് പറയുന്ന ഈ കടുവയെ ഇതുവരെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം ഒരു ജനവാസ കേന്ദ്രമാണ്, ഇതുവരെ ആ ഒരു സ്ഥലത്തുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു വനപാലകർക്കുണ്ടായിരുന്നത്. എന്നാൽ ഇന്നലത്തെ തിരച്ചിൽ എവിടെയാണ് ഇപ്പൊ കടുവ എന്നറിയാൻ കഴിയാത്തൊരവസ്ഥയാണ് എന്നാണ് ഇപ്പൊ നമുക്കറിയാൻ കഴിയുന്നത്. ഇനി അതിന്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് ഇത് മാറിയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഇതുവരെ ഇന്നലെയൊക്കെ കടുവ ഇന്ന സ്ഥലത്തുണ്ടോ എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ അറിയുന്നത് കടുവ ഏത് ഭാഗത്താണ് എന്നറിയാത്ത വലിയ ഒരു ആശങ്കയാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത്. എന്തായാലും സൗത്ത് വയനാട് DFO അതിശയരാമൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് കടുവയെ അനുയോജ്യമായ സ്ഥലത്ത് വെച്ച് സാഹചര്യം അനുകൂലമാണെങ്കിൽ അതിനെ മയക്കുവെടി വെക്കും എന്നുള്ളത് തന്നെയാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത്. എന്തായാലും മയക്കുവെടി വെക്കണമെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ തന്നെ അതിന് അത്രയും സാഹചര്യം ഒത്തു കിട്ടണം. അത്തരത്തിൽ മാത്രമേ എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഈ എന്താ പറയാ ഈ കടുവ എവിടെയാണെന്നുള്ളത് അറിയില്ല. കാരണം ഇന്നലെയും ഇതേപോലെ ഒരു സംഭവം പറ്റിയിട്ടാണ് 2 കിലോമീറ്റർ അപ്പുറത്ത് ചീക്കല്ലൂർ എന്ന സ്ഥലത്തേക്ക് കടുവ എത്തിയത്. ഇന്നലെ മേപ്പെരിക്കുന്ന ഭാഗത്തേക്ക് അതായത് ഈ കുന്ന് ഭാഗത്തേക്കാണെങ്കിലും പോയതെങ്കിൽ പക്ഷേ ഇപ്പോഴത് എവിടെയാണെന്നുള്ളത് അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും സ്ഥലത്ത് എല്ലാ സന്നാഹങ്ങളുമായി തന്നെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത്. അതിനിടയ്ക്ക് മന്ത്രി AK ശശീന്ദ്രൻ എത്രയും പെട്ടെന്ന് കടുവ പിടിക്കാനുള്ള ഒരു തീരുമാനമുണ്ടാകും, അല്ലെങ്കിൽ മയക്കുവെടി വെക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് മന്ത്രി AK ശശീന്ദ്രനും പറഞ്ഞിട്ടുള്ളത്. അനുയോജ്യമായ സ്ഥലത്ത് കടുവയെ കണ്ടെത്തിയാൽ അപ്പോൾ മയക്കുവെടി വെക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടം നൽകുന്ന നിർദ്ദേശങ്ങളും ജനങ്ങൾ പാലിക്കണമെന്നുള്ള ഒരു അറിയിപ്പ് കൂടി പറയുന്നുണ്ട്. എന്തായാലും ഇപ്പൊ ഈ കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയാത്തതാണ് ഏറ്റവും വലിയ ഒരു അവസ്ഥയായിട്ട് ഇപ്പോൾ കാണുന്നത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ പ്രദേശത്തെ സുരക്ഷയാണല്ലോ ജയരാജ് പ്രധാനം. കാരണം ആളുകളൊക്കെ പുറത്തിറങ്ങാത്ത പശ്ചാത്തലമുണ്ട്, സ്കൂളുകൾക്ക് അവധിയുണ്ട്, ജനങ്ങളുടെ വലിയ ഭീതിയുണ്ട്, സംശയമില്ല. അത് എന്തൊക്കെ ക്രമീകരണങ്ങൾ, നടപടികൾ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനും സംരക്ഷണത്തിനും മറ്റുമായി ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്? തീർച്ചയായും ജനങ്ങളോട് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങരുത് എന്നുള്ളത് തന്നെയാണ് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. കാരണം ഇന്നലെയും അത്തരത്തിലൊരു വലിയൊരു അവസ്ഥ നടന്നെങ്കിലും ഈ കടുവ ഇന്ന സ്ഥലത്തുണ്ട് എന്നുള്ളതുകൊണ്ട് കുറച്ച് ആശ്വാസമായിരുന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഉച്ചയ്ക്ക് 1 മണിക്ക് ചിക്കല്ലൂർ വയലിൽ കണ്ട കടുവയെ രാത്രി 8 മണി വരെ അവിടെ ഉണ്ട് എന്നുള്ളത് എല്ലാ ഭാഗവും അല്ലെങ്കിൽ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ ഇതിനെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവിടെ തന്നെ കടുവ ഉണ്ടായിരുന്നു. 8 മണി വരെ കടുവ ഉണ്ടായിരുന്നു. 8 മണിക്ക് ഇതിനെ കാട്ടിലേക്ക് ഓടിക്കാൻ, അതായത് ഈ പറഞ്ഞ നീർവാരം എന്ന കാട്ടിലേക്ക് ഏതാണ്ട് 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കടുവ അങ്ങോട്ട് പോകുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയായിരുന്നു വനം വകുപ്പും ഉദ്യോഗസ്ഥരും എല്ലാവരും. അതുകൊണ്ട് തന്നെ രാത്രി ഒരു 8 മണിക്ക് ശേഷമാണ് പടക്കം പൊട്ടിച്ചും അതുപോലെ ശബ്ദമുണ്ടാക്കിയും ഇതിനെ അവിടെ നിന്ന് ഇളക്കിയത്. അപ്പോഴാണ് ഈ പറയുന്ന മേപ്പരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കടുവ പാസ് ചെയ്തത്. പക്ഷെ അവിടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമായിരുന്നു ഉള്ളത്. പക്ഷെ ഇപ്പൊ അവിടെ ലൊക്കേറ്റ് ചെയ്തിട്ട് കടുവയെ കാണുന്നില്ല എന്നുള്ളൊരു ആശങ്കയാണ് ഇപ്പോൾ അറിയിക്കുന്നത്. എന്തായാലും അതിന്റെ തൊട്ടപ്പുറത്തും ആ ഭാഗങ്ങളിൽ എവിടെയും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ജനങ്ങൾ വളരെ ഭീതിയിലാണുള്ളത്. തീർച്ചയായും ജനങ്ങൾ പുറത്തിറങ്ങരുത് എന്നുള്ള ഒരു നിർദ്ദേശം വനംവകുപ്പും പോലീസും എല്ലാം അനൗൺസ്മെന്റിലൂടെ ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്തായാലും അവിടെ ഇപ്പോൾ ഒരു ഭീതിദായകമായ ഒരു അവസ്ഥയാണുള്ളത്. അതാണ് ആ പ്രദേശത്തെ ഒരു സാഹചര്യം. ആവശ്യമെങ്കിൽ പല മാർഗങ്ങൾ സ്വീകരിക്കാനായി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ പനമരത്തും കണിയാമ്പറ്റയിലും മറ്റും വലിയ ഭീതിയുണ്ട്. സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനടുത്തുള്ള വനപ്രദേശത്തേക്ക് കയറ്റിവിടുക എന്നുള്ളതിന് തന്നെയാണല്ലോ ജയരാജ് പ്രാധാന്യം കൊടുക്കുന്നത്. അത് സാധിച്ചില്ലെങ്കിൽ മാത്രമല്ലേ മയക്കുവെടിയിലേക്ക് കാര്യങ്ങൾ പോകൂ. 2 ദിവസമായി ഈ ജനവാസ മേഖലയിൽ അണിഞ്ഞുതിരിയുന്ന കടുവയാണ്. ഇതുവരെ വന്യമൃഗങ്ങളെയൊന്നും ആക്രമിച്ചതായി വിവരമില്ല. അപ്പോൾ വിശന്ന് വളഞ്ഞു നടക്കുന്നൊരു കടുവയാകും. അവനെ എങ്ങനെയെങ്കിലും കടത്തിവിടുക എന്നുള്ള ഒരു പ്രധാന ലക്ഷ്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. മയക്കുവെടി വെച്ചാലൊക്കെയുള്ള റിസ്ക്കും ഒരു ഫാക്ടറാണല്ലേ?
തീർച്ചയായും ഇത് കടുവകൾ സാധാരണ നമ്മൾ ഇറങ്ങുമ്പോൾ മയക്കുവെടി വെക്കുന്നതും കൂട് വെച്ച് പിടിക്കുന്നതും ഒക്കെ അല്ലെങ്കിൽ നമ്മൾ അറിയുന്നത് തന്നെ വന്യമൃഗങ്ങളെ ആക്രമിച്ചു എന്നൊക്കെ പറയുമ്പോഴാണ് കടുവയുടെ ഒരു സാന്നിധ്യം നമ്മൾ അറിയുന്നത്. പക്ഷെ ഈ കടുവ ഈ 2 ദിവസമായിട്ടും ആരെയും ഉപദ്രവിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഉപദ്രവകാരിയല്ല എന്നുള്ള അതുകൊണ്ട് തന്നെ കടുവയുടെ ഒരു സംരക്ഷണം എന്ന നിലയിലാണ് അതിനെ വനം വകുപ്പ് കാട്ടിലേക്ക് കയറ്റി വിടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അത് തന്നെയായിരുന്നു ഇന്നലെ വരെ നടന്നത്. പക്ഷെ ഇന്നത്തെ ഒരു അവസ്ഥയിൽ ഇനി ഇത് കുറെ ദിവസമായാലും പ്രത്യേകിച്ച് കടുവയ്ക്ക് വിശപ്പ് കയറി കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ എന്നുള്ളത് പറയാൻ കഴിയില്ല. കാരണം അക്രമകാരിയാണ് കടുവകൾ എന്ന് പറയുന്നത്. പക്ഷെ ഇതുവരെ അക്രമങ്ങളൊന്നും നടത്തിയില്ലെങ്കിലും ഇനി അത് ഏത് സാഹചര്യത്തിലേക്കാണ് പോവുക എന്ന് അറിയാത്ത ഒരവസ്ഥയുമുണ്ട്. ഓരോ ദിവസം പോകുന്തോറും കടുവയ്ക്ക് വിശപ്പ് കൂടും. ഈ പ്രജനന കാലത്ത് ഇത്തരത്തിലുള്ള കടുവകൾ ഇറങ്ങി നടക്കാറുണ്ട് എന്നൊക്കെ പൊതുവെ നമ്മൾ അറിയുന്നുണ്ട്. എന്തായാലും ഈ കടുവ ഇത്തരത്തിൽ അല്ലെങ്കിൽ അക്രമങ്ങളൊന്നും ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനു വേണ്ടി അല്ലെങ്കിൽ വനംവകുപ്പ് കൂടുതലും സമയമെടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിനെ സുരക്ഷിതമായി കാട്ടിലേക്ക് കയറ്റി വിടുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷേ അത്തരത്തിൽ നടന്നില്ലെങ്കിൽ ഈ മയക്കുവെടി വെക്കാനാണ് സാധ്യത. അതുപോലെ കൂട് വെക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് കൂട് വെക്കുന്നത് കൂടുതൽ കടുവയ്ക്ക് സുരക്ഷിതമായിരിക്കും, അല്ലെങ്കിൽ മറ്റപകടങ്ങളൊന്നും ഉണ്ടാകില്ല എങ്കിൽ പോലും അത് സുരക്ഷിതമല്ല. കാരണം എത്ര ദിവസം അത് വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന അറിയില്ല. ഇവിടെ 12 ദിവസമൊക്കെ കൂട് വെച്ച് കാത്തിരുന്ന അവസ്ഥയും വയനാട് ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കടുവയെ അനുയോജ്യമായ സ്ഥലത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ മയക്കുവെടി വെക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. കാരണം നമുക്കറിയാം ഇന്നലെ തന്നെ വൈൽഡ് ലൈഫ് വാർഡന്റെ ഒരു നിർദ്ദേശം കിട്ടിയിരുന്നു. കൂടാതെ ഇന്ന് സൗത്ത് വയനാട് വൈൽഡ് ലൈഫ് വാർഡനും പറഞ്ഞിട്ടുള്ളത് ഇത് തന്നെയാണ്. അനുയോജ്യമായ സ്ഥലത്ത് ഒത്തുകിട്ടിയാൽ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ തീരുമാനം. എങ്കിലും അവസാന ശ്രമം എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ കാടിനോട് എടുത്തൊക്കെ ആണെങ്കിൽ അതിനെ കാട്ടിൽ കയറ്റി വിടാനാണ് ശ്രമിക്കുക. എന്തായാലും ഇത്തരത്തിൽ മയക്കുവെടി എന്നുള്ളതിന് 2ാം സ്ഥാനമാണ് കൊടുക്കുന്നതെങ്കിലും ജനങ്ങളുടെ സുരക്ഷ നോക്കിക്കൊണ്ട് തന്നെ അല്ലെങ്കിൽ മന്ത്രിയുടെയൊക്കെ നിർദ്ദേശമുള്ളതൊക്കെ കൊണ്ട് തന്നെ അത്തരത്തിലൊരു അവസ്ഥ കിട്ടിയാൽ അതിനു വേണ്ടി അല്ലെങ്കിൽ അതിനെ മയക്കുവെടി വെക്കാനുള്ള ഒരു സംവിധാനം തന്നെയാണ് ഉണ്ടാവുക. എന്തായാലും എല്ലാ സന്നാഹങ്ങളും അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെ ഇനി കടുവയെ കാണുക എന്നും അനുയോജ്യമായ ഒരു സ്ഥലം കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ മയക്കുവെടി വെക്കുന്നതിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം പെട്ടെന്ന് നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലുള്ള ഒരു മയക്കുവെടി അല്ല. ഇതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. കടുവയെ കൃത്യസ്ഥലത്ത് കിട്ടണം, അല്ലെങ്കിൽ കടുവയുടെ ശരീരത്തിന്റെ ഏത് ഭാഗങ്ങളിലാണ് ഈ മയക്കുവെടി വെക്കേണ്ടത്. പ്രത്യേകിച്ച് ഇതിന്റെ ആരോഗ്യം ഒരു പ്രശ്നമാണ്. നല്ല ആരോഗ്യമുള്ള കടുവയാണെങ്കിൽ അതിനൊരു ഡോസും മരുന്ന്, അല്ലെങ്കിൽ ആരോഗ്യം കുറഞ്ഞ കടുവയാണെങ്കിൽ അത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ എല്ലാം നടത്തിയതിനു ശേഷം മാത്രമേ വെടിവെക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ ചതുപ്പ് നിലങ്ങളും വെള്ളവും ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് കടുവ ഓടുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ കടുവയ്ക്ക് വെടികൊണ്ടാൽ ഇതൊന്ന് ഓടുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് എവിടെയാണ് എത്തുക എന്നുള്ളത് അറിയില്ല. ആ സമയത്ത് ഇത് അക്രമകാരിയായിരിക്കും, അല്ലെങ്കിൽ വല്ല വെള്ളത്തിലൊക്കെ മുഖംമുത്തി വീഴുകയാണെങ്കിൽ ഒരു പക്ഷെ മരണം വരെ സംഭവിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ സന്നാഹങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രമേ മയക്കുവെടി വെക്കാൻ പാടുള്ളൂ എന്നുണ്ട്. അതുമല്ല വൈകുന്നേരം സൂര്യാസ്തമയത്തിന് ശേഷം മയക്കുവെടി വെക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമം തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ചും വൈകുന്നേരത്തിനുള്ളിൽ തന്നെ ഇതിനെ തിരഞ്ഞു പിടിക്കാനുള്ള ഒരു ശ്രമമാണ്, ഊർജിതമായ ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മന്ത്രി എ കെ ശശീന്ദ്രന്റെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. പനമരത്ത് കടുവ ഭീതി പരത്തുന്നുണ്ട്, ഉദ്യോഗസ്ഥർ നടപടി എടുത്തു കഴിഞ്ഞു, ആശാവഹമായ വഴിത്തിരിവുണ്ട്, അനുയോജ്യമായ സ്ഥലത്ത് കടുവയെ കണ്ടെത്തിയാൽ മയക്കുവെടി വെക്കുമെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മയക്കുവെടി വെക്കുക എന്നതിനെ പ്രധാനമായും വനംവകുപ്പ് നിർണായകമായി തന്നെ കാണുന്ന ഒരു പശ്ചാത്തലം കൂടി മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ജയരാജാണ് വിവരങ്ങൾ പങ്കുവച്ചത്.